നമ്മോടൊപ്പം ശ്രീ എം എ ബേബി ചേരുന്നുണ്ട്. ശ്രീ എം എ ബേബി, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു മാന്ത്രികൻ എന്ന് തന്നെ പറയാം. രാവിലെ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ വലിയ ദുഃഖമാണ്. ലോക പ്രശസ്ത തബല വിദ്വാൻ ഉസ്താദ് ഇനി ഇല്ല എന്ന് കേൾക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ നഷ്ടം സൃഷ്ടിച്ചിട്ടുള്ള ശൂന്യത വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ സർഗവൈഭവം തബല എന്ന വാദ്യോപകരണത്തെ ഒരു താളവാദ്യം എന്നതിന് അപ്പുറം ഭാവാവിഷ്കരണ സാധ്യതയുള്ള ഒരു സംഗീതോപകരണമാക്കി ഉയർത്താൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനിടയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്ന എത്രയോ മഹാവിദ്വാൻമാരുടെ സംഗീത കച്ചേരികൾ അത് ചെറുതെ കേൾക്കാൻ അസുലഭമായ അവസരം കിട്ടിയ ഒരാളെന്നുള്ള നിലയിൽ അത്തരം കച്ചേരികളുടെ ഓർമ്മകൾ വ്യക്തിപരമായിട്ട് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നാലിപ്പോ അത് സുരലയുടെ പരിപാടി കുമയാൾപുരം ശിവരാമൻ എന്ന അതുല്യനായ മൃദംഗവാദകനും സക്കിൽക്കായും കൂടി ചേർന്നിട്ട് ഡൽഹിയിൽ നടന്ന ഒരു വലിയ അന്യോന്യമുണ്ടായിരുന്നു. ഇവരുബന്ധി എന്നല്ല അതിന് പറയേണ്ടത്. രണ്ട് മഹാസംഗീതജ്ഞന്മാർ പരസ്പരം തങ്ങളുടെ പ്രതിഭയെ പോഷിപ്പിക്കുകയും അപരനിലെ സംഗീത മഹത്വം പുറത്തു കൊണ്ടുവരാൻ പരസ്പരം പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു രംഗമായിരുന്നു. അത് ആസ്വദിക്കാൻ സാക്ഷാൽ പണ്ഡിറ്റ് രവിശങ്കർ എന്ന സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് വന്നത്. ഇങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ആസ്വാദകരെ അമ്പരപ്പിക്കാൻ വേണ്ടി പല കുടിക്കൈകളും പ്രയോഗിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറായിരുന്നു. പിന്നെ ഗാലറിക്ക് വേണ്ടി കളിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ സദസ്യരെ അമ്പരപ്പിക്കാനും പൊരുത്തരിപ്പിക്കാനും വിഭ്രമിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പല കുസൃതിത്തരങ്ങളും വ്യക്തിപരമായ തബല വായനയിലെ ചില അസാധ്യമായ അത്ഭുത വിദ്യകളും ഒക്കെ അദ്ദേഹം കാണിക്കാറുണ്ടായിരുന്നു നിരന്തരമായ പരിശീലനത്തിലൂടെ. പക്ഷെ നമ്മള് ചിലർ ഓർക്കാത്ത ഒരു കാര്യം, അദ്ദേഹത്തിന്റെ അച്ഛൻ വാപ്പ എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാരെ ഖാൻ, അദ്ദേഹം അതുല്യനായ തബലവാദകനായി. മാത്രമല്ല അള്ളാരെ ഖാന്റെ തലമുറ എന്ന് പറഞ്ഞാൽ പണ്ഡിറ്റ് കൃഷ്ണൻ മഹാരാജിനെ പോലെ, സർദാർ പ്രസാദിനെ പോലെ അതുല്യരായ അതിഗംഭീരന്മാരായ തബലവാദകന്മാരുടെ ഒരു നിര ഉണ്ടായിരുന്നു. ഇവരെല്ലാം കണ്ടാണ് സാക്കിർ ഹുസൈൻ ഭായി വളർന്നത്. അള്ളാരെ ഖാന്റെ പരിശീലനം ഉണ്ടായിരുന്നു. അപ്പൊ വളരെ കർക്കശമായ ഹിന്ദുസ്ഥാനി താളസംഗീത പദ്ധതി മുഴുവൻ ഹൃദിസ്ഥമാക്കിയിട്ടാണ് DNA വഴി കിട്ടിയതും വാപ്പ അള്ളാരഹിയും പണ്ട് കൃഷ്ണൻ മഹാരാജിനെ പോലുള്ളവരും ഒക്കെ വായിക്കുന്നത് കൂടെ ഇരുന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കി അതിൽ പൂർണ്ണ ശേഷി, നൈപുണ്യം, ജ്ഞാനം നേടിയതിനു ശേഷമാണ് അദ്ദേഹം ജാസിനോടൊപ്പം വായിക്കാൻ, കർണാടക സംഗീതജ്ഞരോടൊപ്പം വായിക്കാൻ, നമ്മുടെ മട്ടന്നൂർ ശങ്കരൻകുട്ടിയെ പോലെയുള്ള ഛന്ദ വാദകരോടൊപ്പം വരാൻ. അപ്പൊ അത്തരത്തിലുള്ള വ്യത്യസ്ത ശൈലിയിലുള്ള സംഗീതവുമായും താളപദ്ധതികളുമായും ഒക്കെ ചേരാൻ അദ്ദേഹം പുറപ്പെടുന്നതിന് മുമ്പ് സ്വന്തം സംഗീത പദ്ധതി, ഹിന്ദുസ്ഥാനി താളവാദ്യ പദ്ധതി മുഴുവൻ അദ്ദേഹം അതിന്റെ അകവും പുറവും അദ്ദേഹം പഠിച്ചിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം പരീക്ഷണങ്ങൾക്ക് പുറപ്പെട്ടത്. ഇതിന് പുറമെ ഓർക്കാനുള്ള ഒരു കാര്യം, ഡൽഹിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും നാടക പ്രവർത്തകനും ഒക്കെ ആയിരുന്ന സഫ്ദർ ഹാഷ്മി, അദ്ദേഹത്തെ ഡൽഹിയിൽ അരിങ്കൊല ചെയ്തു. ഒരു സ്ഥലത്ത് നാടകം അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡൽഹിയിലെ ശ്രീ എം എ ബേബി